വെൽക്കം ടു മോഹൻലാൽ ടേസ്റ്റ് ഓഫ് കേരള. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് റബ്ബറിൻ്റെ നാടായ കാഞ്ഞിരപ്പള്ളിയിലാണ്. ഇന്നത്തെ വിഭവം എന്ന് പറയുന്നത് വളരെ നാച്ചുറൽ, പ്രകൃതിയിൽ നിന്ന് തന്നെ ലഭിക്കുന്ന ഒരു ജാം ആണെന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് ഇത് പനംകള്ള് കൊണ്ട് ഉണ്ടാക്കുന്ന പാനിയാണ്. ഇത് ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സാധനമാണ്. എന്താ ഇതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ അറിയാം. അതിന് മുമ്പ് നമുക്കിത് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് ഗോപിച്ചേട്ടനാണ്. ഗോപിച്ചേട്ടന് വേണ്ടി ഞാൻ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വൺസ് അഗൈൻ വെൽക്കം ടു മോഹൻലാൽ ടേസ്റ്റ് ഓഫ് കേരള. ഹലോ, ഹായ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഗോപിച്ചേട്ടന് വേണ്ടി ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യായിരുന്നു ഇത്ര നേരം. അപ്പോൾ നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടത്? ഇനിയിപ്പോൾ നമുക്ക് പനയെ കയറി കള്ളെടുക്കണം. പനയെ കയറി കള്ളെടുക്കുക. യെസ്, പന ഇവിടെ അടുത്തല്ലേ? എല്ലാവർക്കും കയറാൻ പറ്റുമല്ലോ അല്ലേ? അപ്പോൾ ചേട്ടൻ ബൈക്ക് ഇവിടെ ഇട്ട് വരുന്നു. നമുക്ക് ആദ്യം കള്ളെടുക്കാൻ പോവാം. അപ്പൊ എന്തായാലും കള്ള് കിട്ടി. അപ്പൊ നമ്മൾ ഇനി ഈ കള്ളും കൊണ്ട് എവിടെ ജാം ഉണ്ടാക്കാൻ പോവാണ്. അത് എവിടെയാ ചേട്ടാ? എവിടെയെങ്കിലും ആവട്ടെ, നമുക്ക് പോവാം. അപ്പൊ താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച് രാവിലെ തന്നെ വന്നേന്. ഓക്കെ ഓക്കെ. ചേച്ചി ഇന്ന് എങ്ങനെയാണ് നമുക്ക് ഇപ്പൊ നമ്മൾ എടുത്തു, ഗോപിയേട്ടൻ നമുക്ക് വേണ്ടി കള്ളൊക്കെ പന കയറി എടുത്തു തന്നായിരുന്നു. ഇനി ഇപ്പൊ നമുക്ക് ഏകദേശം ഒരു 8 ലിറ്റർ ഉണ്ടാവില്ലേ? ഇത് 8 ലിറ്റർ കള്ളുണ്ട് നമ്മുടെ കയ്യിൽ. മധുരക്കള്ളാണ്. നമുക്ക് ഇത് എങ്ങനെയാ ചെയ്യുന്നത്? ഇതിന് എങ്ങനെയാ പാനി? അടുപ്പ് കൂട്ടി തീ കത്തിച്ച് ഉരുളി വെക്കുക. ഓക്കെ. ചേച്ചി സാധാരണ വീട്ടിന്റെ അകത്താണ് ഇത് ചെയ്യാറല്ലേ? വീട്ടിനകത്ത് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഇന്ന് നമ്മളുടെ എപ്പിസോഡിന് വേണ്ടി ഞങ്ങൾ ഇങ്ങനെ പുറത്ത് അടുപ്പൊക്കെ കൂട്ടിയിരിക്കുകയാണ്. ഇത് കത്തിക്കാൻ ചേച്ചി. ഇത് ഏകദേശം എത്ര മണിക്കൂറോളം വെക്കേണ്ടി വരും? ഇതിപ്പോ 8 ലിറ്റർ ഉണ്ടെന്ന് പറഞ്ഞില്ല, ഒരു 3 മണിക്കൂർ 3 മണിക്കൂർ എടുക്കും ഇതൊന്ന് പറ്റി വരണമെങ്കിൽ. അപ്പൊ ഇപ്പൊ 8 ലിറ്റർ പറ്റി വരുമ്പോഴേക്കും എത്രയാവുമായിരിക്കും? 1 ലിറ്റർ കിട്ടുമോ? ഏകദേശം 1 ലിറ്റർ ഉണ്ട്. ഒരു ബോട്ടിൽ ഉണ്ട്. ഒരു ബോട്ടിൽ കിട്ടും. ഓക്കെ. നല്ല ക്ഷമ വേണം അല്ലേ? 3 ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അതോ? എപ്പോഴും ഇളക്കണമെന്നില്ല. ഇപ്പം ആദ്യം തന്നെ ഇത് തിളച്ച് കഴിയുമ്പോൾ ഇത് മണ്ട മുഴുവൻ പതയായിട്ടിഞ്ഞ് വരികയാണ്. പിന്നെ ആ പതയെല്ലാം വെട്ടിക്കളയണം. പത വരും. അപ്പൊ എടുത്ത് കളയണം. പിന്നെ എപ്പോഴും തീ ഒരേപോലെ തീ ഇങ്ങനെ ആളി നിൽക്കുകയാണ്. തീ കെടാൻ പാടില്ല. തീ കത്തിക്കൊണ്ടേ ഇരിക്കണം. നല്ല ചൂട് വേണം. നല്ല ചൂട് വേണം. തിളച്ചോണ്ടിരുന്നാലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എപ്പോഴും നല്ല തീ തന്നെ വേണം എപ്പോഴും. അടുപ്പ് നന്നായിട്ട് കത്തി അല്ലേ? ചൂടാവുന്നതിന് മുമ്പ് ഒഴിക്കണമല്ലോ. ഒഴിക്കണം. ഇതിനി അരിച്ചിട്ടല്ലേ? അരിച്ചാ ഒഴിക്കേണ്ടതാ. അപ്പൊ ഇത് നമുക്ക് പൊക്കാൻ പറ്റുമോ? ഇല്ല, പൊക്കത്തില്ല. കുഞ്ചിനെ വിളിച്ച പൊക്കെ. ഓക്കെ. ചേച്ചിയുടെ ഹസ്ബൻഡിനെയാണ് വിളിക്കുന്നത്. ഓക്കെ. യൂസ് ചെയ്യാം ഈ പാനി ലാസ്റ്റ് കിട്ടാൻ പോകുന്ന പാനി ചപ്പാത്തി ഒക്കെ കഴിക്കാനായിട്ട്, അല്ലെങ്കിൽ പിന്നെ പഴയ കാലത്താണെങ്കിൽ ചുരുട്ടൊക്കെ ഉണ്ടാക്കുമ്പം ഈ പാനി ഉപയോഗിക്കുന്നെന്ന് പറഞ്ഞിട്ട്. ഓക്കെ. പിന്നെ ജാമായിട്ട് പാനി. നേരത്തെ ചേട്ടൻ പറഞ്ഞില്ലേ ഷുഗർ ഉള്ളവർക്കൊക്കെ? ഷുഗർ ഉള്ളവര് പാനി ഉപയോഗിക്കുന്നതാ പറയുന്നേ. അതെന്ത് പഞ്ചസാരക്ക് പകരമാണോ? ഇത് പഞ്ചസാര അല്ലല്ലോ, കള്ള് പറ്റിച്ച് തന്നെ. കള്ള് പറ്റി തന്നെയല്ലേ ഇതുണ്ടാകുന്നത്. ഷുഗർ പേഷ്യൻസിന് നല്ലതായിരിക്കും, ഉപയോഗിക്കാമെന്നാ പറയുന്നത്. ഓഹോ. ഓക്കെ. ചേച്ചിക്ക് എത്ര മക്കളാണ്? 2 പേര്. 2 പേര്. ഓക്കെ. അവരെന്താ ചെയ്യുന്നത്? 2 പേരും BSc നേഴ്സുമാര്. ഓക്കെ. പേര്? അഞ്ജു. ഒരാൾ അഞ്ജു, മറ്റേ രഞ്ജു. എനിക്ക് തോന്നി അഞ്ജു എന്ന് പറഞ്ഞാൽ രഞ്ജു അല്ലെങ്കിൽ മഞ്ജു ആയിരിക്കും. രഞ്ജുവും അഞ്ജു. അപ്പൊ അവർ രണ്ടുപേരും നേഴ്സുമാരാ. ഓക്കെ. കള്ള് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നല്ലപോലെ പത വരും. അപ്പൊ അതൊക്കെ മാറ്റുകയാണ് ഇപ്പൊ. ഇതിലത്തെ കറയാണ് ഈ പതയായിട്ട് വരുന്നത്. മതിയോ? മതി. എങ്ങനെ ഇരിക്കുന്ന അവിടെ? അപ്പൊ ഇതെന്തായാലും ഒന്ന് പതങ്ങി വന്നല്ലോ. പതഞ്ഞു വന്നു. ഇനി പതങ്ങി പൊങ്ങത്തില്ല.
ഇനിയും പൊങ്ങത്തില്ല. ഇതിപ്പോൾ ഞാൻ കുറേ നേരം നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൽക്കണ്ടമായിട്ട് അങ്ങ് മാറിപ്പോവും. അയ്യോ അപ്പൊ വേണ്ട. അതുകൊണ്ട് ഇപ്പം തന്നെ ഇത് വാങ്ങി വെച്ചിട്ട് കുറച്ച് നേരം വെച്ചുക, പിന്നെ കോഴി പാത്രത്തിലാക്കുക. ഓക്കെ, അപ്പൊ ഇതിപ്പം തീ മാറ്റണം അല്ലേ? തീ കുറച്ചിടുക. ഓക്കെ, പാനി റെഡിയായി. നമ്മൾ ഇനി വാങ്ങി വെക്കാം. ചേട്ടൻ അപ്പം പത മാറിക്കോളൂ. ഓ, മാറ്റുമ്പോ അപ്പൊ തന്നെ പത കുറഞ്ഞ് പിന്നെ പാനിയായിട്ട് വരിക. അപ്പൊ എന്തായാലും നോക്കി ഇനി പാനി നമുക്ക് കുറച്ച് തണുത്തിട്ടുണ്ട്. എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. തേൻ പോലെ ഇരിക്കുന്നു. ശരി, തേനിന്റെ അതേ ടേസ്റ്റ് ആണ്. അതെ, സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ശരിക്കും ബ്രെഡിന്റെ കൂടെ കഴിച്ചാൽ നല്ലതായിരിക്കും. ബ്രെഡ്, ചപ്പാത്തി, ദോശ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. അതെ അതെ. ചേച്ചി പറഞ്ഞില്ലേ ചുരുട്ടിന്റെ കൂടെ പണ്ട് ഇവര് ഉണ്ടാക്കുന്നത് പറഞ്ഞു. പിന്നെ ഇത് ചേട്ടാ, പിന്നെ ചക്കയൊക്കെ വരിക്കച്ചക്ക ഇങ്ങനെ തേൻ പാനി മുക്കി കഴിക്കാനായിട്ട് നല്ലതാണ്. ചേട്ടനല്ലേ പറഞ്ഞു ഡയബറ്റീസ് ഉള്ളവർക്ക്. ഓക്കെ ചേട്ടാ, താങ്ക് യു സോ മച്ച്. ചേട്ടനാണ് എല്ലാം ഹെൽപ്പ് ചെയ്തത്. ഞങ്ങളെ രണ്ടുപേരും ഒരു സന്തുഷ്ട കുടുംബമാണ്. ബിക്കോസ് ഞങ്ങൾക്ക് ആക്ച്വലി ഇന്നത്തെ എപ്പിസോഡോടെ തീരുന്നില്ല. ഞങ്ങളുടെ എന്തായാലും ഈ പാനി ഞങ്ങളുടെ ഫസ്റ്റ് ഒരു വിഭവമായിരുന്നു. എന്തായാലും ഇനിയും ഞങ്ങൾക്ക് ഒരു സ്ഥലത്തും കൂടി പോകാനുണ്ട്. നമുക്ക് ആദ്യം മീൻകറി ഉണ്ടാക്കാണ്. കപ്പയും മീൻകറിയാണ് ഉണ്ടാക്കുന്നത്. നാടൻ മീൻകറി എങ്ങനെയാ ഉണ്ടാക്കുന്നത് നോക്കാം. ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. മഞ്ഞൾപ്പൊടി, ഉലുവ, ഉപ്പ്, കടുക്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മുളക് പൊടി, കറിവേപ്പില, വെളിച്ചെണ്ണ, കുടംപുളി. ഓക്കെ, പിന്നെ മഞ്ഞൾപ്പൊടി. ഇത് ഇത്രയും. പിന്നെ മീൻ ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? വറ്റ. ഓക്കെ, അപ്പൊ ഈ മീൻ കറി ചേട്ടന്റെ സ്പെഷ്യൽ ആരെങ്കിലും പഠിപ്പിച്ചു തന്നാണോ? ഇങ്ങനെ കണ്ടു പഠിച്ചതാ. ചേട്ടൻ്റെതായിട്ടുള്ള ഒന്നും കോൺട്രിബ്യൂഷൻ ഇല്ല. മാറ്റങ്ങൾ ചെറുതായിട്ടൊക്കെ ഉണ്ട്. എന്താണ് ആ മാറ്റം? മാറ്റം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അത് തന്നെയാണ്. ഓക്കെ, അപ്പൊ ആദ്യം വെളിച്ചെണ്ണ അല്ലേ? വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ ഒഴിച്ചു. ഇത് എത്ര കുറേ ഉണ്ടല്ലോ? ഏകദേശം ഒരു 40 മില്ലി ഉണ്ട്. 40-50 മില്ലി വരും. ചെറുതായിട്ടൊന്ന് ചൂടാവുമ്പോൾ, എണ്ണ ചൂടായി കഴിയുമ്പോൾ ഉലുവ ഇടുവാണ്. ഉലുവ ഒരു 1/4 ടീസ്പൂൺ. ഓക്കെ, ഇപ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇടാൻ പോവാണ്. ഓക്കെ, കറിവേപ്പില, പച്ചമുളക് ഇത് ഓൾറെഡി അരിഞ്ഞു വെച്ചിരിക്കുക അല്ലേ? കീറി വെച്ചിരിക്കുക. ഇത് എത്ര? ഒരു 10 ഉണ്ട്. ഇത് മുഴുവൻ ഇട്ടേ കേട്ടോ. നല്ല എരിവായിരിക്കുമല്ലോ അപ്പോൾ. ഇല്ല, അപ്പോൾ നമ്മൾ ഇത് നല്ലപോലെ മൂക്കുക. ഇഞ്ചി വെളുത്തുള്ളി ഇടണം. ഇഞ്ചിയും വെളുത്തുള്ളി രണ്ടും ഇത് മുഴുവൻ ഇടണം? വേണ്ട, ഒരു 2 ടീസ്പൂൺ വീതം. 2 സ്പൂൺ വെളുത്തുള്ളി, അതും 2 സ്പൂൺ വീതം. ഓക്കെ, ഇട്ടതൊക്കെ ഓർമ്മയുണ്ടല്ലോ. വെളിച്ചെണ്ണ, പിന്നെ ഉലുവ ഇട്ടു, കടുക്, ഇഞ്ചി വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത്ര ഇട്ട് നന്നായിട്ട് വഴറ്റുക. മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുടംപുളി ഒരു പിടി. ഒരു പിടി കുടംപുളി ഇട്ടു, മഞ്ഞൾ ഇട്ടു. ഇനി എന്തൊക്കെയാ ഇടാനുള്ളത്? മുളക് പൊടി. പെട്ടെന്ന് ചെയ്യാല്ലേ? എളുപ്പം ചെയ്യാവുന്ന കാര്യം. മുളക് പൊടി എത്ര ഇടണ്ടേ?
3 ടീസ്പൂൺ വേണം. 3 ടീസ്പൂണോ? 10 മുളകും പിന്നെ മുളക് പൊടി 3 ടീസ്പൂൺ. നല്ല എരിവായിരിക്കും അപ്പം. ന്യായമായിട്ടുള്ള എരിവ്. ന്യായമായിട്ട് എരിവ് ഉണ്ടെങ്കിൽ നാളെ കറി ആവുള്ളൂ. എരിവുണ്ടാവുമെന്നാണ് ചേട്ടൻ പറയുന്നത്. ഇത് കഴിച്ചു നോക്കിയിട്ട് അറിയാലോ ന്യായമാണോ അന്യായമാണോ എന്ന്. കഴിച്ചിട്ട് പറയാം. കഴിച്ചിട്ട് പറയാം. ഇനി അടുത്ത് നമ്മൾ മീൻ ഇടാൻ പോവാണ്. ഏകദേശം 10 പീസ് വലിയ പീസുകളാണ് നമ്മൾ അല്ലേ എടുത്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തിട്ടുള്ളൂ. വെളിച്ചെണ്ണ, അതിൽ നമ്മൾ ഉലുവ ഇട്ടു, കടുക് ഇട്ടു, പിന്നെ കറിവേപ്പില ഇട്ടു, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് നല്ലതായിട്ട് പച്ചമുളക്, പച്ചമുളക് ഏകദേശം 10 ഇട്ടു, പിന്നെ കൊടംപുളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത്ര ഇട്ട് നന്നായിട്ട് ഒന്ന് തിളച്ച് വരുമ്പോഴാണ്. പിന്നെ നമ്മൾ 3 കപ്പ് വെള്ളം ഒഴിച്ചു. പിന്നെ നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ മീൻ ഇട്ടു. വളരെ സിമ്പിളാണ് അല്ലേ? പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പക്ഷെ നല്ല എരിവുണ്ടായിരിക്കും. അന്യായമാണോ? ന്യായമായിട്ടില്ല, മിതമായ എരിവ്. ചേട്ടന് പറഞ്ഞാൽ മതിയല്ലോ. കണ്ടിട്ട് എനിക്ക് തന്നെ പേടിയാവുന്നു. പക്ഷെ ചുവന്ന മീൻകറിയാണല്ലോ, നാടൻ. ഇപ്പൊ തന്നെ നല്ലൊരു സ്മെല്ലും നല്ലൊരു ലുക്കൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നോക്കൂ, ഇത് എത്ര നേരം ഇങ്ങനെ വെക്കണം? ഒരു 10-12 മിനിറ്റ്. 10-12 മിനിറ്റ്. നമ്മുടെ മീൻ കറി ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുക, തിളച്ചോണ്ടിരിക്കുകയാണ്. ഒരു 10 മിനിറ്റ്, 5-8 മിനിറ്റ് കൂടെ. ആണോ? അപ്പൊ നമുക്ക് അതിന്റെ ഇടയിൽ നമുക്ക് കപ്പ ഉണ്ടാക്കാം ചേട്ടാ. കപ്പ ഉണ്ടാക്കാം. സമയം ലാഭിക്കൂ. അപ്പൊ നമുക്ക് ഇതെടുത്ത് അങ്ങോട്ട് വെക്കാം. ഓ, നടുക്ക് ഭാഗം എടുക്കില്ല. അതിനകത്ത് വേരുണ്ട്. അത് നാര്. ഇതിന്റെ അകത്ത് ഇനി എന്തെങ്കിലും ഇടുവോ? മഞ്ഞപ്പൊടി ശാലം. മഞ്ഞൾപ്പൊടി ഉപ്പ് ഇടും. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടാണ് വേവിക്കുന്നത്. ഇത് എത്ര നേരം എടുക്കും വേവാൻ? ഇതൊരു 5-8 മിനിറ്റ് കൊണ്ട് വേവും. പെട്ടെന്ന് വേവും അല്ലേ? അപ്പൊ ഇപ്പൊ നമ്മൾ കപ്പ വെള്ളത്തിൽ കുറച്ച് മഞ്ഞളിട്ട് വേവിക്കാൻ വെച്ചിരിക്കുകയാണ്. ഇനി അത് വെന്ത് കഴിയുമ്പം വെള്ളം ഊറ്റിയെടുക്കുക. അതിനുശേഷം ഇത് ഈ നമ്മൾ ഈ അരച്ചു വെച്ചേക്കുന്ന ചതച്ചത് അരക്കയില കണ്ടമാനം ഒരുവിധം ചതച്ചെടുക്കുകയുള്ളൂ. തേങ്ങായ, പച്ചമുളക്, വെളുത്തുള്ളി, ജീരകം. ഓക്കെ, അപ്പൊ ഇതില് തേങ്ങ, പച്ചമുളക്, വെളുത്തുള്ളി, ജീരകം, പിന്നെ കുറച്ച് കറിവേപ്പില അല്ലേ? കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് ചതച്ചെടുത്തിരിക്കുകയാണ്. അധികം അടിക്കണ്ടെന്ന് പറയുന്നത്. ചതച്ചിട്ടിട്ട് ഇതിനി വെള്ളം ഊറ്റി എടുത്തിട്ട് നമ്മൾ അതിനകത്തിട്ട് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്യും. അപ്പൊ ഇതിൽ ഓൾറെഡി ഇപ്പൊ ഇനി കുഴങ്ങി വരും അല്ലേ? നന്നായിട്ട് കുഴയും. ഇപ്പൊ കപ്പ വന്നു, നമ്മൾ വെള്ളമൊക്കെ കളഞ്ഞു. ഇനി നമ്മള് നേരത്തെ അരച്ചു വെച്ചത് തേങ്ങ, വെളുത്തുള്ളി, ജീരകം, തേങ്ങ, വെളുത്തുള്ളി, ജീരകം, പച്ചമുളക്, കറിവേപ്പില, ഇതെല്ലാം. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടു. കുറച്ച് ഉപ്പും അതിന്റെ മേളിൽ വിതറി നന്നായിട്ട്. ഇനി എന്താ ഉടയ്ക്കണം അല്ലേ? ഓക്കെ, സ്മെല്ല് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ചേട്ടാ. ഇത് അന്യായമാണ്. ഇത്രയും നേരം എടുക്കരുത് ഉടയ്ക്കാൻ, പെട്ടെന്ന് ഉടയ്ക്കണം. ഇതിനാണ് നാടൻ എന്ന് പറയുന്നത്. ചേട്ടന് അമ്നീഷ ഉണ്ടോ? ഞാൻ കാര്യം പറ്റും, നമ്മൾ ഉപ്പിട്ടില്ല മീൻകറിയില്. ചേട്ടാ മറന്നുപോയി. ചേട്ടാ എങ്കിലും ഇത്രയും നാടനാവാൻ പാടില്ലായിരുന്നു. ഓക്കെ, എന്തായാലും മീൻകറി നമ്മൾ ഉപ്പിടാൻ മറന്നുപോയി. കുഴപ്പമില്ല. എത്ര എണ്ണമായിരുന്നു? ഒരു ഇത്തിരി. ചേട്ടൻ ഇട്ടോ. എന്നെ വിട്ടുപോയാലും കുഴപ്പമില്ല, അവസാനം അതിൽ ഇട്ടാ മതിയല്ലോ എപ്പോഴെങ്കിലും. ഓക്കെ, അപ്പൊ നമ്മുടെ കപ്പയും റെഡി, മീൻകറിയും റെഡി. ഇനി എന്താണ് അടുത്തെന്നാണ്? കഴിച്ചു നോക്കാം തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ കപ്പ റെഡി. ഇനി മീൻ. ഈ സ്പൂൺ വെച്ചാണ് എനിക്ക് മീൻ എടുക്കണ്ടേ? ഞാൻ എടുത്തോട്ടെ? ഇപ്പം ഞാൻ ചേട്ടനെടുത്തത് എനിക്ക് പീസ് ഇഷ്ടമായില്ലെങ്കിലോ ഒരു ചെറിയൊരു പീസ് മതി എനിക്ക്.
എടുത്തതിൽ വലിയ പീസ് തന്നെ ആയിപ്പോയി. അത് വളരെ ചെറുതായി പോയി ചേട്ടാ. ഇടം മീൻ എന്തായാലും എനിക്കിത് ടേസ്റ്റ് ചെയ്യാൻ സമയമായി. സ്പൂണൊന്നും വേണ്ടല്ലേ? സ്പൂൺ വേണ്ട. അതൊരു നാടൻ രീതിയിൽ നമ്മൾ സ്പൂണ് കഴിച്ചാൽ നാടനായി മാറിപ്പോവും. അതെ. അപ്പം നമ്മളിങ്ങനെ മോഡേൺ ആയിട്ട് കൈ വെച്ച് കഴിക്കാം. അങ്ങോട്ട് കുഴച്ച്. ചേട്ടാ കൊതി വിടാണോ? എനിക്ക് കൊതിയില്ലല്ലോ. ചേട്ടൻ ഇവിടെ മീൻ ഒരു പീസ് എടുക്കുവാണ്. ചേട്ടൻ ഇത് ഡെയിലി കഴിക്കുന്നില്ല ചേട്ടാ, ഇങ്ങനെ കൊതി വിടല്ലേ? ഞാൻ വല്ലപ്പോഴും കഴിക്കാറുള്ളത്. ഓക്കെ, അപ്പൊ റെഡി, 1 2 3. അടിപൊളി. ചേട്ടനല്ല പറയണ്ട, അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ പ്രമാദമായിട്ടുണ്ട്. ഓ എന്തൊരു ടേസ്റ്റ് ആയിട്ടാ അത്. അതാണ് നാടൻ. നമ്മൾ വിചാരിച്ചു, ഞാൻ പറയാം ഭയങ്കര എരിവായിരിക്കുന്നു. അധികം എരിവൊന്നുമില്ല, കറക്റ്റ് എരിവുണ്ട്. എന്തായാലും എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. സൂപ്പർ ആയിട്ട്, വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഉണ്ടാക്കി അല്ലേ? സിമ്പിൾ, ഈസി. 20 മിനിറ്റ് കൊണ്ട് നിങ്ങൾ ഇത് ഉണ്ടാക്കി. എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവരെല്ലാവരും എൻജോയ് ചെയ്യുന്നത് എനിക്ക്. ചേട്ടൻ ഒന്ന് പറഞ്ഞേ എല്ലാവരും ട്രൈ ചെയ്യണമെന്ന്. നിങ്ങളെല്ലാവരും വീട്ടിൽ പോയി നിമിഷ നേരം കൊണ്ട് ചെയ്യാവുന്ന കാര്യം എല്ലാവരും ചെയ്ത് സ്വാദിഷ്ടമായിട്ട് ഭക്ഷിക്കുക. കടന്നു വരും എല്ലാവരും വന്ന് കഴിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും എൻ്റെ ക്രൂ മുഴുവൻ ഇവിടെ വിശന്ന് പൊരിക്കൊണ്ടിരിക്കുകയാണ്, കൊതി വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ച ഇതേപോലെ ഒരു സൂപ്പർ എപ്പിസോഡായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരും. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം സേറ ആൻഡ് ചേട്ടൻ്റെ പേര് പറഞ്ഞു, ചന്ദ്രൻ. ചന്ദ്രൻ. ബൈ.